നമസ്കാരം. ഇന്നൊരു ഫ്യൂഷൻ റെസിപ്പിയാണ് പാസ്ത പായസം. ഇറ്റാലിയൻ പാസ്ത കൊണ്ട് ഒരു പായസം. ഇത് ഏകദേശം നമ്മുടെ പാലട പായസം പോലെയൊക്കെ ഇരിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പാസ്തയും പാലുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. പാസ്ത പായസം ഉണ്ടാക്കുന്നതിനായി ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ മക്രോണി ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പാസ്ത വലിപ്പം കൂടുതലുള്ളതാണെങ്കിൽ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അതല്ലെങ്കിൽ കുക്ക് ചെയ്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പായസത്തിൽ ചേർക്കാവുന്നതാണ്. ആദ്യമായിട്ട് പാസ്ത കുക്ക് ചെയ്ത് മാറ്റി വെക്കണം. അതിനായിട്ട് 1 ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇത് പാസ്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കും. ഇനി ഇതിലേക്ക് 100 ഗ്രാം പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. 100 ഗ്രാം എന്ന് പറയുമ്പോൾ 1 കപ്പും ഒരൽപ്പം കൂടെ കാണും. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം. ഓരോ പാസ്തയുടെയും കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പാസ്തയുടെ കവറിൻ്റെ പുറത്ത് അതിൻ്റെ കുക്കിംഗ് ടൈം എഴുതിയിട്ടുണ്ടാവും. ചില പാക്കറ്റിൻ്റെ പുറത്ത് 2 കുക്കിംഗ് ടൈം എഴുതിയിട്ടുണ്ടാവും. നോർമൽ കുക്കിംഗ് ടൈമും അൽ ദെന്തെ കുക്കിംഗ് ടൈമും. അൽ ദെന്തെ ഒരു കൾണറി ടേമാണ്, ഒരു ഇറ്റാലിയൻ വേർഡാണ്. ടു ദ ടൂത്ത് എന്നാണ് അതിൻ്റെ മീനിങ്. അൽ ദെന്തെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നോർമൽ കുക്കിംഗ് ടൈമിനേക്കാൾ ഏകദേശം 1 മിനിറ്റോളം കുറവായിരിക്കും. നമുക്ക് അൽ ദെന്തെ ആയിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഇതായിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം കാഷ്യൂനട്ട് ചേർത്ത് ഇളക്കുക. കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് അല്പം റൈസിൻസ്, ഉണക്കമുന്തിരി ചേർത്ത് ഇളക്കുക. ഉണക്കമുന്തിരി ഇതുപോലെ കളർ മാറാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നെയ്യോടുകൂടി മാറ്റുക. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമുള്ള പാല് തിളപ്പിക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. പാല് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഏകദേശം 1/2 കപ്പിന് മുകളിൽ വരും. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ടേസ്റ്റ് ഉണ്ടാവും. പാല് ചൂടായി കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അതതിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. പാല് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് തിളച്ച് വെളി ചാടും. പാല് തിളച്ച ശേഷം ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരം ചെറുതീയിൽ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഇതിലേക്ക് ചേർക്കണം. തീ അല്പം കൂട്ടി വെച്ച ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ്, വളരെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇളക്കുക. മധുരമൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ തിളച്ച് പൊങ്ങാൻ തുടങ്ങുമ്പോൾ തീ പെട്ടെന്ന് കുറച്ച ശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് നേരം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും ആ വറുത്ത നെയ്യോടുകൂടി ഇതിലേക്ക് ചേർക്കുക. തീ ഓഫ് ചെയ്ത ശേഷം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പായസം ഉണ്ടാക്കി കുറഞ്ഞ 15 മിനിറ്റ് നേരമെങ്കിലും വെച്ചതിന് ശേഷം അത് കഴിക്കുക. അല്പം നേരം വെക്കുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് അത് നന്നായിട്ട് കുറുകി വരും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. See you in another video. Thanks for watching.